അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ ഞങ്ങൾക്ക് മുമ്പിൽ കൊച്ചു കഥയുടെ ചെപ്പ് തുറക്കാം. ഞങ്ങൾ പറയാൻ പോകുന്ന കഥയുടെ പേര് ഉമർ. മരുഭൂമിയിലെ സിംഹം. 1860 അതിവിശാലമായി പരന്നു കിടക്കുന്ന ലിബിയൻ മരുഭൂമി. അവിടെ പാരമ്പര്യത്തിലെ തെളിവെച്ച് നിൽക്കുന്ന നമ്മുടെ കഥാനഗരി അങ്ങോട്ട് അവിടെ എന്തോ ഒന്ന് കാണുന്നുണ്ടല്ലോ. മറ്റൊന്നുമല്ല മിനിഫ ഗോത്രത്തിന്റെ ആധാരവും സൂഫി പ്രവയുമായി മുഖ്താറിന് ഒരു പൊന്നോമന നിറഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉമർ മുഖ്താർ അങ്ങനെ വിഷയങ്ങളിലും യുദ്ധങ്ങളിലും അനായാസം കഴിവ് തെളിയിച്ച മുഖ്താർ പഠനം തുടരുന്നതിനിടയിലാണ് ആ വാർത്ത. എന്താണ് ആകമാനയുള്ള മുഹമ്മദ് പച്ചമണി എന്നറിയപ്പെടുന്ന അധ്യാപനത്തിനായി നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ 60 വർഷത്തോളം അദ്ദേഹം അവിടെ കഴിച്ചു. അതിനിടയിലാണ് ലിബിയൻ മരുഭൂമി കൊടുങ്കാറ്റാൽ ഒഴുക്കി വീശി ഫ്രഞ്ച് ആക്രമിക്കലും മുഹമ്മദ് അമ്മാദിന്റെ മേൽ പാതി വിരിഞ്ഞു വരികയും ചെയ്തത്. പോലെ ചിന്ന ഭിന്നമായ സുനൂസ് നേതാവിന്റെ അഭാവം തിരിച്ചവർ നിരന്തരത്തിലേക്ക് കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സജലം ഒഴുകുന്നേ റഹമതേറ്റി പുളയുന്നേ ശാന്തിയതേകേണം കഥന പദങ്ങൾ കോർത്തിറ ചരിതേണം തേൻ സുനൂസുകളും നിർദ്ദേശമനുസരിച്ച് ബർഗയിലേക്ക് തന്നെ യാത്ര തിരിച്ചു. ഫ്രഞ്ച് പടയെ വെട്ടിമതിച്ച് ഫ്രഞ്ചിലേക്ക് തന്നെ കെട്ടുകെട്ടിച്ചു. ഇറ്റാലിയൻ സാമ്രാജ്യത്തിന്റെ വികസനം നടക്കുന്ന കാലഘട്ടം മാർഷൽ പട്ടോണിയുടെ നേതൃത്വത്തിൽ മുസോളിനിയുടെ ഇറ്റാലിയൻ നാവികപ്പട ലിബിയൻ തീരം ലക്ഷ്യമാക്കി കടന്നു വന്നു. ഉസ്മാനികളുമായുള്ള കരാർ ലംഘിച്ച് ലിബിയൻ മണലാരങ്ങളിലേക്ക് ആക്രമണങ്ങൾ തൊടുത്തുവിട്ടു. ശത്രുക്കളുടെ ഒരു തരത്തിലും ഉസ്മാനികൾക്ക് ഒട്ടുമടക്കേണ്ടി ലിബിയൻ മണ്ണിനെ എഴുതി കൊടുത്ത് ഉസ്മാനികൾ രംഗം വിട്ടു. പക്ഷേ ഒരു വിട്ടുവീഴ്ചകൾ തയ്യാറായിരുന്നില്ല. കാരണം അവർ പിന്നെ പ്രശ്നമായിരുന്നു. ധീരമായി പോരാടി മണൽത്തിട്ടുകളിൽ വീഴുന്ന പോരാട്ടത്തിന് മുമ്പിൽ
ബെനിറ്റോ മുസോലിനിയുടെ തീത്തുപ്പുന്ന തുപ്പാക്കികൾ നിഷ്പ്രമമായി. അതോടെ ഇറ്റാലിയൻ ഭരണകൂടത്തിന് മുമർ മുഖ്താർ ഒരു പേടി സ്വപ്നമായി മാറി. 2 പതിറ്റാണ്ടുകളോളം കാലം ഇറ്റാലിയൻ സൈന്യത്തിന് ലിബിയൻ മണ്ണിൽ കാലുകുത്താൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം സമാധാന ചർച്ചയ്ക്ക് പടയൊരുങ്ങി തയ്യാറായി. രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, അടിമപ്പെട്ട് ഒന്നെങ്കിൽ വിട്ടു പോകുക, അല്ലെങ്കിൽ ഞങ്ങളെ അനുസരിച്ച് നിൽക്കുക. പക്ഷേ പടോളിയുടെ വാക്കുകളെ കൊണ്ട് അദ്ദേഹം ഒന്നെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം. ഇതിനിടയിൽ പടോളിയും സംഘവും ഒരു പുതിയ കുതന്ത്രത്തിന് ഒരു പുതിയ മാത്രമുള്ള കുതന്ത്രം മെനയുകയായിരുന്നു. അതെ, വൈസ് ഗവർണറായി നിയോഗിച്ചിരിക്കുന്നു. അതോടെ ലിബിയൻ ചരിത്രത്തിന് മാറ്റത്തിന് തുടക്കം കുറിച്ചു. ആ ക്രൂരൻ ലിബിയൻ മണരാരങ്ങളിൽ അക്രമങ്ങൾ കിരാതമരണങ്ങൾ തുടുത്തുവിട്ടു. സുനൂസികളെ ഒന്നടങ്കം തടങ്കിലാക്കി. അവരുടെ സ്വത്തുകൾ കണ്ടുകിട്ടി. അങ്ങനെ 1930 പോരാട്ടത്തിന് ശേഷം അഭയം പ്രാപിച്ച ഗ്രാസിയാനിയുടെ സംഘം ആകെ വളഞ്ഞിരുന്നു. പക്ഷേ മുഖ്താറിനെ അസ്വസ്ഥമാക്കിയത് അതൊന്നുമല്ലായിരുന്നു. ആഴ്ചകളായി തന്റെ അനുജനെ ഇതുവരെയായിട്ടും ഒത്തും പിടികിട്ടിയിട്ടില്ല. ഇനിയെങ്ങാനും അവർക്കെന്തെങ്കിലും അറിയുവനെല്ലാവരെന്തൊരു ിലെ ആളുകൾ വീശുന്നേ അതെ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. 40ഓളം വരുന്ന പടയാളികളുടെ അകമ്പടിയിൽ മരുഭൂമിയുടെ പതുങ്ങിയും യാത്ര ചെയ്യുന്നതിനും കൊള്ളിച്ചത് മുഖ്താറും സംഘവും അത്ഭുത പരതന്ത്രമായി മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട്. അതെ കാണിക്കാത്ത സന്ദേശം ലഭിച്ച ഗ്രാസിയാനി ചെന്നായ പടയായിരുന്നു അത്. പക്ഷേ നിരായുധരായ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ ഒന്നിനു പിറകെ ഒന്നൊന്നായി വേദനയേറ്റ് വീണുകൊണ്ട്. എന്നാൽ ഉമർ മുഖ്താറിന് മനസ്സുണ്ടായിരുന്നില്ല. അദ്ദേഹം അവരോട് പ്രായം മറന്ന് പൊരുതി. പക്ഷേ കുതിരയുടെ കാലിലെ ആഘാതത്താൽ അവർ തെറിച്ചു വീണു. സടപുടൻ നീറ്റപ്പോഴേക്കും ശത്രുസൈന്യം വളഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ രണ്ടിച്ച് ഒരു മൃഗത്തെ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ ആ ദിവസം 1931 സെപ്റ്റംബർ 14 നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 20,000-ഓളം വരുന്ന സുരൂസികൾക്ക് മുമ്പേ 20,000-ഓളം വരുന്ന സുരൂസികൾ തന്നെ കാത്തിരിക്കുന്ന കണ്ണുകൾക്ക് മധ്യേ കഴുമരത്തിലെ ശോഭനായി പുഞ്ചിരിയോടെ അചഞ്ചലനായി നടന്നെടുത്തു. അങ്ങനെ പതിറ്റാണ്ടുകളുടെ നീണ്ട പോരാട്ട